വയനാട് പുൽപ്പള്ളി സുരഭികാല ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ചർച്ചയ്ക്കെത്തിയ ചെതലയത്ത് റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പുൽപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായതിനു ശേഷം മാത്രം വനപാലകരെ വിട്ടയക്കുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പുൽപ്പള്ളി, ബത്തേരി, കേണിച്ചിറ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസുകാരെ സ്ഥലത്തെത്തിച്ചു. ശേഷം DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനാവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്ത് വില കൊടുത്തും ജനങ്ങളോടൊപ്പം ജനപ്രതിനിധികളും ഉണ്ടാവും. അവരുടെ ആശങ്ക അകറ്റി എത്രയും പെട്ടെന്ന് കടുവയെ മയക്കുവെടിവെച്ച് നാട് കടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആഴ്ചകളായി ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തുന്ന കടുവയ്ക്കായി മേഖലയിൽ വനംവകുപ്പ് 3 കൂടുകൾ സ്ഥാപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. എന്തായാലും ഒരു പിന്നോട്ടില്ല. ജനങ്ങൾ മടുത്തു. ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമാണ്. ഇനി ജനങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ അപ്പുറത്തേക്കായി. ജനങ്ങളുടെ ജീവിത സാഹചര്യം വളരെ മോശത്തിലാണ്. ഇന്ന് കുട്ടികൾ പഠിക്കാൻ സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. കടുവാ ഭീഷണി നേരിടുന്ന മേഖലകളിൽ വനം വകുപ്പിന്റെയും പോലീസിന്റെയും നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനും 24 മണിക്കൂറും പെട്രോളിംഗ് നടത്തുന്നതിനും ചർച്ചയിൽ തീരുമാനമായി. വാഹന സൗകര്യമില്ലാത്ത സ്കൂൾ കുട്ടികളെ വനം വകുപ്പിന്റെ വാഹനങ്ങളിൽ സ്കൂളിലെത്തിക്കുകയും തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യും. കടുവയ്ക്കായി കൂടുതൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.